കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച എൽദോസിന് നാടിന്റെ യാത്രാമൊഴി. മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. ഇന്നലെ രാത്രിയാണ് കാട്ടാന ആക്രമണത്തിൽ എൽദോസ് കൊല്ലപ്പെട്ടത്. ജനകീയ സമരസമിതിയുടെ പ്രതിഷേധം കോതമംഗലത്ത് തുടരുകയുമാണ്. ബിനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, ഒരു വശത്ത് എൽദോസിന്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ അവിടെ കോതമംഗലം ടൗണിൽ ജനകീയ പ്രതിഷേധം ഇരമ്പുകയാണ്. ഇതിൽ നിന്നൊരു മോചനം, ഇതിനൊരു അവസാനം ആവശ്യപ്പെട്ട് തന്നെയാണ് ഇത്രയും അധികം ആളുകൾ അവിടെ ഒന്നു ചേർന്നിരിക്കുന്നത്. അവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ, ഉയർത്തുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ശക്തമായ പ്രതിഷേധമാണ് ഇന്നലെ രാത്രി 8 മണി മുതൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ കോതമംഗലം ടൗണിലും നടക്കുന്നത്. ജനകീയ സമിതി വനം വകുപ്പിന്റെ DF ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. ആ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇപ്പോൾ സംസാരിക്കുന്നത് കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മഠത്തിൽ കണ്ടത്തിലാണ്. അദ്ദേഹം കടുത്ത വിമർശനങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചാൽ ഇതായിരിക്കില്ല സ്ഥിതി എന്ന മുന്നറിയിപ്പാണ് കോതമംഗലം രൂപത അധ്യക്ഷൻ തന്നെ നൽകുന്നത്. രൂപത അധ്യക്ഷന് മുൻപ് സംസാരിച്ചത് കത്തോലിക്ക കോൺഗ്രസിന്റെ കോതമംഗലം രൂപതയുടെ പ്രസിഡന്റായ സണ്ണി. അദ്ദേഹം പറഞ്ഞത് വനം മന്ത്രി രാജിവെക്കണം, ഇത്തരത്തിലൊരു വനം മന്ത്രിയെ ഞങ്ങൾക്ക് വേണ്ട എന്നതാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം. അത്തരത്തിൽ സർക്കാരിനെതിരെ അതിശക്തമായ നീക്കം, വനം വകുപ്പിനെതിരെ ശക്തമായ വിമർശനങ്ങൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഈ മാർച്ചിന്റെ ഒരു പ്രത്യേകത എന്നത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ മാർച്ചിന്റെ ഭാഗമായിരിക്കുന്നു എന്നതാണ്. കോതമംഗലം രൂപതയിലെ വൈദികരുണ്ട്, മെത്രാനുണ്ട്, അതോടൊപ്പം തന്നെ യാക്കോബായ സഭയുടെ മെത്രാനുണ്ട്, SNDPയുടെ യൂണിയൻ നേതാക്കളുണ്ട്, ജനപ്രതിനിധികളുണ്ട്. അങ്ങനെ നാനാജാതി മതസ്ഥരായ ആളുകളാണ് ഇപ്പോൾ ഈ വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെ കോതമംഗലത്ത് DF ഓഫീസിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നത്. ഇപ്പോൾ കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് തന്നെ നമുക്ക് പോകാം. ഇതുപോലുള്ള അനുഭവങ്ങൾ, ഇതിൽ കൂടുതലായിട്ടുള്ള പ്രതിസന്ധികളിലേക്ക് വരാം. അത് തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. സഭാ മേലധ്യക്ഷന്മാര് ഇവിടെ ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യെയാണ് വന്നിരിക്കുന്നത്. ആരെയും ഞങ്ങൾ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയെങ്കിലും വെല്ലുവിളിക്കാനോ വന്നതല്ല. ജനങ്ങൾക്ക് ആവശ്യങ്ങളിലേക്ക് നിങ്ങളുടെ കണ്ണു തുറക്കണം. ജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കുവാൻ സാധിക്കണം. ഇല്ലെങ്കിൽ കേരളം മുഴുവനും ഒരു വന്യമൃഗ സംരക്ഷണശാലയായി തീരും. അതിനുള്ള അവസരം ഒരുക്കരുത്. വന്യമൃഗങ്ങൾക്ക് വേണ്ടിയല്ല നിയമം ഉണ്ടാക്കേണ്ടത്, ജനങ്ങൾക്ക് വേണ്ടി നിയമം ഉണ്ടാക്കണം. ഈ നിയമം, പുതുതായി വന്നിരിക്കുന്ന കരട് നിയമം, അതപ്പാട് പിൻവലിച്ച് നല്ല നിയമങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിയമം ഉണ്ടാക്കുവാൻ സാധിക്കണമെന്ന് ആശംസിക്കുകയാണ്. ക്രിസ്മസിന്റെ അവസരം കൂടിയാണല്ലോ. നിരാശയുടെ സമയമല്ല, പ്രത്യാശയുടെ സമയമാണിത്. സമാധാനത്തിന്റെ സമയമാണിത്. സമാധാനവും പ്രത്യാശയും സന്തോഷവും ഏവർക്കും ലഭിക്കട്ടെ. ഇനിയും ഗവൺമെന്റുകൾ, ഇനിയും സർക്കാർ ഉദ്യോഗസ്ഥര് കണ്ണു തുറന്നാല് സന്തോഷത്തോടെ പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും ക്രിസ്മസിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പങ്കുവച്ചുകൊണ്ടാണ് ഇപ്പോൾ കോതമംഗലം രൂപത അധ്യക്ഷൻ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സർക്കാർ ഇപ്പോൾ വനം വകുപ്പ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കരട് വന നിയമ ഭേദഗതി, അതിനെതിരെയുള്ള രൂക്ഷമായ വിമർശനം, അതായത് വനം ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന കരട് വന നിയമം അത് പിൻവലിക്കണം, അത് നടപ്പാക്കരുത് എന്ന ആവശ്യം കൂടി ഇപ്പോൾ കോതമംഗലം രൂപത മുന്നോട്ട് വയ്ക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളാണ് നിർമ്മിക്കപ്പെടേണ്ടത്, അതാണ് രാജ്യത്ത് ആവശ്യമായിട്ടുള്ളത് എന്നതുകൂടിയാണ് ഇപ്പോൾ കോതമംഗലം രൂപത അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. കോതമംഗലം ടൗണിൽ ജനകീയ പ്രതിഷേധ നടക്കുകയാണ്. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലിയ ജാഥയും പ്രതിഷേധ സംഗമവുമാണ് അവിടെ അരങ്ങേറിയത്.